നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ നാളത്തെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. നമ്മുടെ കീം എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട പരാതികൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വളരെ വലുതായിട്ട് മീൻസ് നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ പരാതികൾ ഒത്തിരി ഏറിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം അതിനൊരു പരിഹാരം കാണും എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞേക്കുന്നത്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു യോഗം ഈ ജനുവരി മീൻസ് 2025 ജനുവരി 9 ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് കുറച്ചൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിൽ നിന്നും ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറെ പിറകിലാവുന്നുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഈ 2 പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കുട്ടികളുടെ റാങ്ക് വളരെ പുറകിൽ പോകുന്നു. പക്ഷെ മാർക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ മാർക്ക് ഉണ്ടാവും. പക്ഷെ അവരുടെ റാങ്ക് വരുമ്പോൾ നമ്മുടെ മാർക്ക് എല്ലാം കുറഞ്ഞ് നോർമലൈസേഷൻ പ്രോസസ്സിൽ കൂടെ മാർക്ക് കുറഞ്ഞ് റാങ്ക് പുറയിലോട്ട് പോകുന്നു. അപ്പൊ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ളൊരു യോഗമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറെ സന്തോഷകരവും CBSE കുട്ടികൾക്ക് ഒരു തിരിച്ചടിയും കൂടെയാണ്. ഇപ്പൊ ഏകദേശം നമുക്കറിയാം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കീമിന്റെ റാങ്ക് ടോട്ടൽ വരുന്ന 600-ലാണ്. ഈ 600-ൽ 300 മാർക്ക് നമ്മുടെ എഴുത്ത് പരീക്ഷ മീൻസ് നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെയും ബാക്കി 300 മാർക്ക് നമ്മുടെ എക്സാമിന്റെയും നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് +2-ന്റെ മാത്രം മാർക്ക് എടുത്ത് 300-ലോട്ട് ആക്കിയാണ് ഈ രണ്ടുകൂടെ ചേർന്ന് 600-ലാണ് റാങ്ക് വരുന്നത്. ഇത് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2011-ലാണ് ഈ സംഭവം തുടങ്ങിയത്. നമ്മുടെ ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് അങ്ങനെ ഒരു ഫോർമുലയൊക്കെ ഫോം ചെയ്ത് വന്നത് 2011 തൊട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ചു നാൾ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ വരികയായിരുന്നു. ഈ കോവിഡിന് ശേഷമാണ് ഈ പ്രോബ്ലംസുകളുടെ രീതി മീൻസ് ഒത്തിരി പരാതികൾ വന്നത്. അതിന് മുൻപ് വരെയും ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-ൽ ആ കോവിഡിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ എക്സാമിന് നമ്മൾ ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിലെ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്ക് എടുക്കുമ്പോൾ ശരാശരി മാർക്ക് നന്നേ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നോർമലൈസേഷൻ നടത്തുമ്പോൾ അവരുടെ മാർക്ക് അധികം കുറയുന്നില്ലായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം ഇതങ്ങ് മാർക്ക് ഒത്തിരി നമ്മുടെ ഈ ആവറേജ് ഭയങ്കരമായിട്ട് കൂടി. ടോട്ടൽ ആവറേജ് കൂടിയപ്പോൾ നമ്മുടെ നോർമലൈസേഷൻ പ്രോസസ്സിൽ കൂടെ ഒത്തിരി മാർക്കുകൾ മീൻസ് ഫുൾ മാർക്ക് ഉള്ളവർക്ക് പോലും ഏകദേശം ഒരു 30-35 മാർക്ക് വരെ കുറയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറി. അപ്പൊ 300-ൽ നമുക്കിപ്പം നമ്മുടെ ഇപ്പൊ +2-ല് 300-ൽ 300 കിട്ടുന്ന ഒരു സ്റ്റുഡന്റിന് അത് നോർമലൈസേഷൻ കഴിയുമ്പോൾ ഒരു 270-നൊക്കെ അടുത്തേ വരുന്നുള്ളൂ. 30 മാർക്കോളം കുറയുമ്പോൾ നമ്മുടെ പിന്നെ എഴുത്ത് പരീക്ഷ ഉണ്ടല്ലോ, നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ 300-ല് ഇപ്പൊ എത്ര കിട്ടിയോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് വളരെ കുറയുന്നുണ്ടായിരുന്നു. ഈ ടോട്ടൽ മാർക്ക് കുറയുമ്പോൾ കാരണം ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ ഇപ്പൊ +2 പഠിക്കുന്നവർക്ക് ഇത് ക്ലിയർ ആയിട്ട് അറിയില്ല. നമ്മളിപ്പോൾ സ്കൂളിലെ എക്സാമിന് 300-ൽ 300 കിട്ടുന്നു, നല്ല മാർക്കല്ലേ. പക്ഷെ എൻട്രൻസിന് എത്തുമ്പോൾ 300 കിട്ടുന്നത് നമ്മുടെ എൻട്രൻസ് എക്സാമിന് കിട്ടുന്നത് ചിലപ്പോൾ 100 മാർക്കോ 40 മാർക്കോ 50 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻട്രൻസിന്റെ മാർക്ക് നന്നേ കുറവാണ്. അപ്പൊ എൻട്രൻസിനെ മാത്രം നോക്കിയാൽ നമ്മളുടെ പിള്ളേർ ഇനി ഒത്തിരി കുറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി മുന്നിൽ, കാരണം അവർ ഓൾറെഡി ഇച്ചിരി നന്നായിട്ട് ഉള്ള പ്രോബ്ലംസുകളും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എൻട്രൻസിനെ മാത്രം നോക്കി ഒരിക്കലും നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റില്ല. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പബ്ലിക് എക്സാമിന്റെ മാർക്കൂടെ ആഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിലബസിലെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് അവരുടെ ആയിട്ട് നോക്കുമ്പോൾ. ഇച്ചിരി പഠിത്തത്തിലെ പ്രോബ്ലംസുകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ലെവൽ ഇത്തിരി കുറവായതുകൊണ്ടാണ് മറ്റവരുടെ CBSE ആകുമ്പോൾ ഹൈ ലെവലിലോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ മാർക്കിനെ ഒന്ന് താഴ്ത്തി ആ രീതിയിൽ കൂടെ എത്തിച്ചാണ് ഇങ്ങനെ ഒരു നോർമലൈസേഷൻ പ്രോസസ്സേ വന്നത്. പക്ഷെ അത് പരാതി കൂടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനൊരു യോഗം നടക്കാൻ പോകുന്നത്. ഈ യോഗം നടക്കുന്നതിനോടുകൂടി എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇപ്പൊ ഈ 300-ൽ വെറും 50 കിട്ടുമ്പോൾ 320 മാർക്കേ ആവുന്നുള്ളൂ. ഇവിടെ നമുക്ക് 300-ൽ പബ്ലിക് എക്സാമിന്റെ ആവറേജ് എല്ലാം നമ്മുടെ 3-ൽ തന്നെ നോക്കുമ്പോൾ 270 മാർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മുടെ എൻട്രൻസ് പരീക്ഷ മാത്രം നോക്കുമ്പോൾ 300-ൽ ഒരു 50, 60, 70 ഒക്കെ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ അത്ര കിട്ടുന്നുള്ളൂ. നിങ്ങളത് നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഫുൾ മാർക്ക് ഇവിടെ കിട്ടുന്ന ഒരാൾക്ക് പോലും ചിലപ്പോൾ അവിടെ കിട്ടുമ്പോൾ 300-ൽ വളരെ കുറവാണ് എൻട്രൻസിന് മാത്രമായിട്ട് നോക്കുമ്പോൾ. ഇപ്പൊ രണ്ടുകൂടെ വരുമ്പോൾ 300-നും 350-നൊക്കെ ഇടയ്ക്കേ വരുന്നുള്ളൂ.
പിന്നെ കുറച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പേർക്ക് കൂടെ കൂടുന്നുണ്ട്. ഞാനൊരു ഏകദേശം കൂടുതൽ ആൾക്കാരെ കുറിച്ചുള്ള പറഞ്ഞ മെജോറിറ്റി. അപ്പൊ ഈ 300-350 ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ റാങ്ക് ഒക്കെ ഏകദേശം 10,000 താഴെ പോകും. ഓക്കെ, അപ്പൊ 10,000 മേളിൽ വരണമെങ്കിൽ ഒരു 360 മേളിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഒരു 10,000 താഴോട്ട് നമുക്ക് റാങ്ക് വരുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഇവിടെ കിട്ടുന്ന ഒരാൾക്ക് പോലും 270 കുറയുന്നതിന്റെ പ്രോബ്ലമാണ് ഇപ്പോഴത്തേത്. അത് അത്രയും കുറയണ്ട അല്ലെങ്കിൽ അത്രയും കുറയ്ക്കണ്ട എന്നുള്ളൊരു ധാരണ വരാൻ സാധ്യതയുണ്ട്. രണ്ട്, നമ്മളുടെ ആവറേജ് നോക്കുന്ന പോലെ CBSE-കാരുടെയും ഈ 3 സബ്ജക്റ്റിന്റെ ആവറേജ് നോക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മളുടെ കേരള സിലബസിൽ പഠിച്ച് കീം എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും ഉള്ളൂ. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. മെയിൻ ആയിട്ട് നോർമലൈസേഷൻ പ്രോസസ്സിൽ കൂടെ നമ്മളുടെ കുട്ടികളുടെ പബ്ലിക് എക്സാമിന്റെ 3 സബ്ജക്റ്റിന്റെ മാർക്ക് കുറയുന്നു എന്നുള്ളതാണ്. കിട്ടിയതിനേക്കാളും നല്ലപോലെ കുറയുന്നു എന്നുള്ള പ്രോബ്ലം ഒന്ന് പരിഹരിക്കുക. അത് മാത്രമേ ഉള്ളൂ. അത് ഏകദേശം ഈ 9-ാം തീയതി വരുമെന്നാണ് ഇപ്പോഴത്തെ ഏകദേശം നമ്മൾ ഡേറ്റ് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സന്തോഷിക്കാൻ കേരള സിലബസിലെ കുട്ടികൾക്ക് വകയുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഞാൻ ഇനി പറയുന്നില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടല്ലോ. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള പുതിയ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ ഉടൻ നിങ്ങളുടെ എത്തിച്ചിരിക്കും കൃത്യമായിട്ട്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.